ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 17 ഒരു ക്യുക്ക് അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ ഇനീഷ്യൽ റിവ്യൂ എന്നല്ല, ഇനീഷ്യൽ ഓവർവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ സാധനം തന്നെ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. ഐഫോൺ 17 വലിയ പ്രൈസ് കുറവൊന്നുമില്ല. കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 78-79 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് ഓഫ്ലൈനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സെയിം തന്നെയാണ്, വൈറ്റ് കളറാണ് നമ്മൾ വാങ്ങിച്ചത്. ഞാനിതൊരു കേസ് ഇട്ടുണ്ട്. ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു MFI സർട്ടിഫൈഡ് ബ്രാൻഡാണ്, അവരുടെ ഒരു കേസാണ്. ഇത് വേണമെങ്കിൽ ടാഗ് ചെയ്തൊക്കെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെന്നുണ്ട്, ആമസോണിലുണ്ട്. ഞാൻ ആമസോണിൽ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് കളർ കാണിക്കാനാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കി ഇഷ്ടം നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ഇവരുടെ സെയിം ബോക്സ്, ഏത് കളറാണോ വാങ്ങിക്കാൻ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു 3D ഇമേജ് പോലെ എംബെഡ് ആയിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്, ഐഫോണിൻ്റെ ബ്രാൻഡിങ്. ബാക്കിൽ ചെറിയൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ എവിടെയും ഐഫോൺ 17 ഇല്ല കേട്ടോ, അതാണ് വിറ്റ്. ആകെ ഉള്ളത് ഇവിടെ ഒരു ചെറിയ സൈഡിൽ ഇവിടെ. അത് 17 പ്രോന് അങ്ങനെ തന്നെയാണ്, 17 Pro Maxന് അങ്ങനെ തന്നെയാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തീരെ ഒന്നുമില്ല. പണ്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതൊക്കെ നിർത്തി. ആകെ ഒരു വയറും നമ്മുടെ ഫോണും ഉണ്ടായിരിക്കും. അപ്പോൾ വയറൊന്നും ഞാൻ എടുത്തിട്ടില്ല, വയറൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ ബോക്സിൽ. ഇതാണ് അൺബോക്സിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫോൺ. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഐഫോൺ 15 ശേഷം എടുക്കുന്ന ഒരു ഐഫോണാണത്, ഐഫോൺ 17. ഇതവണ 1.5 കൊല്ലോ 2 കൊല്ലം എന്നൊക്കെ ആയിട്ടുണ്ട് ഐഫോൺ ഞാൻ ഉപയോഗിച്ചിട്ട്. എനിക്ക് പേഴ്സണലി iOS ഇഷ്ടമല്ല, ആപ്പിൾ പ്രൊഡക്ട്സുകൾ ഇഷ്ടമല്ല. പ്രൊഡക്ട്സ് അല്ല ഇഷ്ടമല്ലാതെ അവരുടെ OS കാരണം, മാക് OS ആയിക്കോട്ടെ, ടാബ്ലറ്റ് OS ആയിക്കോട്ടെ, ഐപാഡ് OS ആയിക്കോട്ടെ, പേഴ്സണലി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എടുക്കാത്തതല്ലേ. ഇപ്പം എനിക്ക് ബ്രാൻഡ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും പ്രശ്നമല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് ആ OS ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്. ആകെ ഇഷ്ടപ്പെട്ടത് അവരുടെ ആപ്പിൾ വാച്ചാണ്, അൾട്ര ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഞാൻ അത് 15 സീരീസ് കൊടുത്തപ്പോൾ തന്നെ അത് കൊടുത്തു എന്ന് വെച്ചാൽ അത് ഇല്ലാണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ആപ്പിൾ വാച്ച് ഇപ്പോൾ എടുക്കണം 11 വന്നിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ സെയിൽസിൽ വലിയ കുറവൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എടുക്കണമെന്ന് ആലോചിച്ചിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് ഈ Amazfitൻ്റെ TRX 3 എടുത്ത്. ഇത് ആക്ച്വലി iOSൽ വർക്ക് ചെയ്യും, വേറെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. നല്ല കിടിലൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആക്ച്വലി ഒരു ബേസ് വേരിയൻ്റെ ഐഫോൺ കുറേ കാലമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ്. എന്ന് വെച്ചാൽ ഇതിന് ശരിക്കും ഇതിനിപ്പോൾ പ്രൈസ് ഇപ്പോൾ കൂടിയിട്ടില്ലോ, 82,900 ഇപ്പോഴും പ്രൈസ് വന്നിരിക്കുന്നത്. പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കൂടിയിട്ടില്ല. അപ്പോൾ ഈ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഐഫോൺ എന്നൊക്കെ പറയാവുന്ന സാധനം തന്നെ എടുത്ത് പറയും. ഈ സാധനം തന്നെ കാണിച്ചിട്ട് എന്താ വെച്ചാൽ അവർ സെൽഫി ക്യാമറ മാറ്റി, ഡിസ്പ്ലേ കിടിലെന്ന പ്രോ സീരീസിലത്തെ ഡിസ്പ്ലേ ആക്കി. അതിന് പറയുന്നത് അവരങ്ങനെയാണല്ലോ, പ്രൊമോഷൻ അങ്ങനെയാണല്ലോ പറയുന്നത്, പ്രൊമോഷൻ ഡിസ്പ്ലേ എന്നാണല്ലോ പറയുന്നത്. സെൽഫി ബാക്കിലത്തെ ക്യാമറ 2 14 മെഗാപിക്സലാക്കി. പക്ഷെ ഒരെണ്ണം കൂടി തരായിരുന്നു നമ്മുടെ Pixel 10 പോലെ. അറ്റ്ലീസ്റ്റ് പ്രോയിൻ്റെ ടെലിഫോട്ടോ അല്ലെങ്കിലും അതിനായിട്ടും ചെറുതായിട്ട് ഏതെങ്കിലും ഒരെണ്ണം തരായിരുന്നു, 3 ലെൻസായിട്ട്. ഇതൊക്കെ മാറ്റിയ സ്ഥിതിക്ക്. അതുപോലെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്, 16 ശങ്കരന്ന് തെങ്ങുമ്പോൾ തന്നെയാണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് വന്നു, 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വന്നു. പക്ഷേ അതൊരു കുഴപ്പം എന്താ വെച്ചാൽ കറക്റ്റാ ഫാസ്റ്റ് ചാർജിങ് കിട്ടണമെങ്കിൽ ആപ്പിളിൻ്റെ 40 വാട്ട് ചാർജർ വാങ്ങിക്കണം. അത് പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. PD ചാർജർ ഞാൻ ഉപയോഗിക്കുന്ന അവരുടെ ബെൽക്കിൻ്റെയും നത്തിങ്ങിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന സ്പീഡ് ആ വേറെ ചാർജേഴ്സ് കൊണ്ട് കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും സാധാ ചാർജറിനായിട്ടും 20 വാട്ടിൻ്റെ ചാർജറിനായിട്ടും സ്പീഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30-35 വാട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷോർട്സ് കിട്ടുന്നതാണ്. ഒരു 30-32 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഫാസ്റ്റ് സ്പീഡും കിട്ടുന്നുണ്ട് ഈ ചാർജർ കൊണ്ട്. അപ്പോൾ അതും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ഈ നോർമൽ വേരിയൻ്റ് തന്നെ ഓൾമോസ്റ്റ് പ്രോ സീരീസിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ സെയിം ആണ്, ഫാസ്റ്റ് ചാർജിങ് സെയിം ആണ്, സെൽഫി ക്യാമറ സെയിം ആണ്. ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ മെയിൻ സെൻസർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പറയുമ്പോൾ 248 ആണെങ്കിലും ഇതിൽ എനിക്ക് തോന്നുന്നത് 902 മറ്റേ 903 അതിനെന്താണെന്നുണ്ട്, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. സൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് 1/1.4 ഇഞ്ചിൻ്റെ സെൻസറോ ആണ് പ്രോയിൽ വരുന്നത്. ഇതിൽ മാറിപ്പോയി. ഇതിൽ 1/1.4 ഉണ്ട്, മറ്റേ 1/1.2 ആണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ലൈറ്റ് കയറും ആ ചെറിയ. പക്ഷേ നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലി വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. പിന്നെ വൈഡ് ആംഗിൾ സെയിം സെൻസറാണ്. പിന്നെ ഇതിൽ ടെലിഫോട്ടോ ഇല്ലല്ലോ. പിന്നെന്താ നമുക്കിതിൽ അതിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് മാത്രമല്ല അതുള്ളൂ, അത് റാം ഇല്ലാത്തതുകൊണ്ട്. അതിൽ 8 GB ഉള്ളൂ, മറ്റേ 12 ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ക്യാമറ ബട്ടൺ, ഇത് ഒരു കാര്യമില്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ഫോട്ടോ ആപ്പ് ഓപ്പൺ ചെയ്യാൻ ഈ സാധനം നല്ലതാട്ടോ, അങ്ങനെ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അതല്ലാണ്ട് ഈ സൂമിങ് പരിപാടിയൊക്കെ വൻ ബോറാ. അത് യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷേ ക്യാമറ ബട്ടൺ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പരിപാടി അത് കൊള്ളാം. പിന്നെന്താ,
പിന്നെ ഈ ബട്ടൺ അത് പിന്നെ കുറച്ച് കാലമായല്ലോ വന്നിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇനീഷ്യലി എനിക്കെന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇവർ ആ OS-ൻ്റെ സംഭവം ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് iOS 27 ബീറ്റ വേർഷനാണ്. ചെറിയ ബഗുകളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ iOS ഒക്കെ ബഗ് ഫ്രീ ഒരു സംഭവം ഇല്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷേ iOS 26 തൊട്ട് അതൊക്കെ അവർ മാറ്റിമറിച്ചു നമ്മുടെ ആപ്പിള്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ സാധനം സെയിലിൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്ലസ് മെമ്പറും സംഭവിക്കുകയാണെങ്കിൽ ഓൾറെഡി ഫ്ലിപ്കാർട്ട് ആമസോൺ സെയിൽ തുടങ്ങി. അപ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കണോ എന്ന് വെച്ചാൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, പ്രൈസിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി സ്റ്റോക്ക് ഔട്ട് ആവുമോ അറിയില്ല, ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് പറയാനും പറ്റില്ല. ഓർഡർ കൺഫർമേഷൻ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഫോൺ കയ്യിൽ കിട്ടണമല്ലോ, നല്ല പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 5 17 വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കാൻ മറക്കണം. BBD സെയിൽസിലൊന്നും പോയി വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അത്രയൊന്നും കുറയാനും പോകുന്നില്ല. നിങ്ങൾക്ക് BBD സെയിൽസിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐഫോൺ എന്ന് പറയുന്നത് iPhone 16 ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 50 രൂപ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 17 ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു 17 Pro 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് BBD സെയിൽസിൽ ഇടുന്നത്. അത് കോമഡി ആയിട്ട് ചെയ്തേക്കെന്നാണോ, ആള് കോമഡിയാണെന്ന് ചെയ്തേക്കെന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. കുറേ പേരൊക്കെ അത് വിശ്വസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറേ പേര് ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദി വീഡിയോസാണ്. പിന്നെ കുറേ ഉണ്ടല്ലോ, ഒരു തല ആൾ താമസമില്ലാത്ത കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് 17 Pro പോയിട്ട് എന്താ പറയുക 17 70,000 രൂപയ്ക്ക് കിട്ടിയ ഭാഗ്യം ആ സമയത്ത്. അപ്പോൾ പ്രൈസ് കൂടാൻ പോകണമെന്ന് അറിയണ്ടായിരിക്കും. ഒരു 15% കൂടാൻ പോകുന്നത്. ഇതുവരെയായിട്ട് ഒരു സെയിൽസിലും പുതിയ പ്രൊഡക്റ്റുകൾക്ക് 15% പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടില്ല. പഴയ പ്രൊഡക്റ്റൊക്കെ കിട്ടുള്ളൂ. അത് 16 കിട്ടും, അത് ഉറപ്പാണ്. 16 എന്തായാലും ഒരു 50 40 വരാൻ ചാൻസ് ഇല്ല. 50 40 ഇടയിൽ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 55 ആ റേഞ്ചിലൊക്കെ വരാൻ. അല്ലാണ്ട് കുറയാനൊരു ചാൻസും ഇല്ല. അപ്പോഴാണ് 17 Pro ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഐഫോണിലേക്ക് ഫസ്റ്റ് യൂസ് വരുന്നത് 13 സീരീസ് തൊട്ടാണ്. അപ്പോൾ 13 തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ട് കുറച്ച് എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഐഫോൺ എന്ന് പറയുന്നത് 17 ആണ് എനിക്ക് തോന്നിയത്. അത് പ്രൈസ് ഇൻക്രീസും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാം, കുഴപ്പമില്ലല്ലോ. ഞാൻ ടാഗ് ചെയ്തേക്കാം ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ എന്തായാലും ഇല്ലല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ ചാടിക്കറി ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടാണ് സാധനം കയ്യിൽ കിട്ടിയാലും നമുക്കൊന്നും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും അംശങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതിൻ്റെ ചെയ്യാം. അടുത്ത കാണാം.